കൂടാത്രം കാണിച്ച് നാണം കെടുന്ന ചില കോൺഗ്രസ് നേതാക്കൾ. എത്രയോ അപഹാസ്യമാണ്, മോശമാണ്. അങ്ങനെ ഒരു വാർത്ത തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റു മാധ്യമങ്ങളിലും വരികയും അതിനെക്കുറിച്ച് അഭിപ്രായം പറയുകയും ഒക്കെ ചെയ്യുന്ന ബഹുമാന്യരെന്ന് ജനങ്ങൾ അറിയാതെയാണോ അറിഞ്ഞാണോ എന്നറിഞ്ഞുകൂടാ വിളിക്കപ്പെടുന്ന ഇത്തരം ആളുകൾ സൃഷ്ടിക്കുന്ന അപമാനം വല്ലാത്തൊരു അപമാനമാണ്. 2 MP-മാരാണ് അത്തരം സംഗതികളെ സംബന്ധിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറയുന്നത്. സംഗതി നമ്മുടെ സുധാകരൻ സാറിൻ്റെ വീട്ടിൽ നിന്ന് ഒരുപാട് തകിടും നൂലും കൂടും ഒക്കെ കിട്ടി. അത് കൂടോത്രം ചെയ്തുകൊണ്ട് ഇട്ടതാണെന്നാണ് പറയുന്നത്. എന്തിനാണ് സാർ അങ്ങയുടെ ഈ പറയുന്ന പറമ്പിൽ ഇങ്ങനൊരു കൂടോത്രം ചെയ്തുകൊണ്ട് ഇടാൻ? യാതൊരു കാര്യവും യോഗ്യതയും ഒന്നുമില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ അങ്ങേക്ക് എന്തിനാണ് കൂടോത്രത്തിൻ്റെ ആവശ്യം? നല്ല പ്രായത്തിൽ പോലും ആരും ചെയ്തില്ല. ഇപ്പോൾ അങ്ങൊന്നും ഈ പറയുന്ന വിചാരിക്കുന്നത് പോലെയോ ആരെങ്കിലും വിചാരിക്കുകയോ പോസ്റ്റ് ഇടുകയോ ചെയ്യുന്നത് പോലെയൊന്നും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു മനുഷ്യനും അല്ല കേരളത്തിലെന്നുള്ളത് അദ്ദേഹത്തിനോട് ഏറ്റവും അടുപ്പമുള്ളവരെങ്കിലും ഹൃദയത്തിൽ കരുതേണ്ടത് വളരെ അത്യാവശ്യമാണ്. സമയം കിട്ടുമ്പോൾ പറഞ്ഞു കൊടുക്കുകയും വേണം. ഈ പറയുന്ന നമ്മുടെ കാസർഗോഡ് MP-യും കണ്ണൂർ MP-യും ഒക്കെ സൃഷ്ടിക്കപ്പെട്ടത് അവരുടെ പ്രവർത്തന മികവുകൊണ്ടും കഴിവുകൊണ്ടുമാണ് എന്ന് വിശ്വസിക്കുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ അവർ വിഡ്ഢികളുടെ ലോകത്താണ് ജീവിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താ ജയിച്ചത്? വളരെ ശക്തമായ ഇടതുപക്ഷ സർക്കാരിനോടുള്ള വിരുദ്ധ വികാരവും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു മനുഷ്യനിലുള്ള ന്യൂനപക്ഷത്തിൻ്റെ ഒരാഗ്രഹവും പ്രതീക്ഷയുമാണ് നിങ്ങളുടെ മേൽ ഓട്ടുകൂമ്പാരം പോലെ വീണത്. അല്ലാതെ നിങ്ങളുടെ പാർട്ടിക്കാരായ ആളുകൾ പോലും രഹസ്യമായി വിലയിരുത്തുമ്പോൾ എണ്ണിയിട്ടുള്ള മണ്ഡലങ്ങളായിരുന്നില്ല അതൊന്നും. ആലത്തൂരാകെ നഷ്ടപ്പെട്ടത് ഈ പറയുന്ന രാധാകൃഷ്ണനെ പോലെ ഒരു സ്ഥാനാർത്ഥി എതിർവശത്ത് വന്നു നിന്നതും പിന്നെ നമ്മുടെ രമ്യ ഹരിദാസ് മാഡത്തിൻ്റെ ചില പരിചയക്കുറവടങ്ങുന്ന അഭ്യാസങ്ങളും എല്ലാം കൂടെ ആയപ്പോൾ വീണുപോയതാണ്. ഇല്ലെങ്കിൽ അവിടെയും കിട്ടിയേനെ. എന്ന് വെച്ചാൽ നിങ്ങളൊരു വലിയ ഒഴുക്കിനെതിരെ നീന്തി പിടിച്ചതൊന്നുമല്ല, ഒഴുക്കിൻ്റെ കൂട്ടത്തിൽ കിട്ടിയതാണ്. അതിൻ്റെ അന്തസ്സും യോഗ്യതയും തിരിച്ചറിവും നിങ്ങളുടെ മനസ്സിലുണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. അല്ലാതെ നിങ്ങൾ ഒരിക്കലും വിചാരിച്ചു പോകരുത് നിങ്ങളുടെ കഴിവ് കൊണ്ടോ അല്ലെങ്കിൽ KPCC അധ്യക്ഷൻ പാർട്ടിയെ കെട്ടിപ്പടുത്തതുകൊണ്ട് ആ കെട്ടിപ്പടുത്ത പാർട്ടി പിടിച്ചെടുത്താണ് ഈ വിജയിച്ചത് എന്നൊന്നും വിചാരിച്ചു കളയുകയേ ചെയ്യരുത്. പാർട്ടിയൊന്നും എങ്ങുമില്ല. പാർട്ടി ഇല്ലാത്തടത്ത് പോലും ജനം കയറി വോട്ട് ചെയ്തതുകൊണ്ടാണ് ഇത്രയും സംഗതി കിട്ടിയത്. നിങ്ങളൊക്കെ രാഷ്ട്രീയ പൊതുപ്രവർത്തകരായി ഈ സമൂഹത്തിൽ ഒരുപാട് ആളുകൾ പ്രതീകാത്മകമായി കുറച്ച് പേരെങ്കിലും നേതാവായി കാണുന്നവർക്ക് നാണമില്ലേ ഈ കൂടോത്രവും അല്ലെങ്കിൽ ഈ കഥകളും പറഞ്ഞ് പൊതുസമൂഹത്തിൽ ചർച്ചയുണ്ടാക്കാൻ? കഷ്ടമാണ് സത്യം പറഞ്ഞാൽ. എന്തോ ഒരു നാണക്കേടാണ്. ഒരു വലിയ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാരവാഹിയും ജനപ്രതിനിധിയൊക്കെ ആയിട്ടിരുന്നുകൊണ്ട് നിങ്ങളിൽ ഒരുപാട് പേർക്കുണ്ട് ഈ അന്ധവിശ്വാസം. ഏത് ജാതിയിലും പെട്ട ആളുകളുടെ സ്ഥലത്ത് പോയി നേരെ നോക്കിച്ച് നാളെ നോക്കിച്ച് അതുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്. എന്തോ നാളെ നോക്കിയാലും ജനം കൈവിട്ട് പണിയാൻ തീരുമാനിച്ചാൽ ഒരു പണിയും നടക്കില്ലെന്ന് നിങ്ങൾ തിരിച്ചറിയണ്ടേ? ആ ജനത്തിന് മുമ്പിൽ നിങ്ങളിങ്ങനെ കോമാളി വേഷം കെട്ടാൻ പാടുണ്ടോ? ഇത് ഒന്ന് പറഞ്ഞു കൊടുത്തേക്കണം അവരോട്. ഇത്തരം കോമാളി വേഷങ്ങൾ കെട്ടി നാണം കെടരുതെന്ന് മാത്രം.